അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞത് എന്തായിരുന്നു? പെരുന്നാൾ ദിവസം പെരുന്നാൾ പൈസ കൊടുക്കും അല്ലേ? എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുന്നാൾ പൈസ കൊടുക്കും. അപ്പോൾ ഈ ഒരു പൈസ കിട്ടുന്ന സമയത്ത് കുട്ടികൾ വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ വാങ്ങും. മനസ്സിലായോ? അതാ ഇനി പറയാനുള്ളത്. ഈദി കെ പൈസോൻസെ എന്താ വായിക്കല്? ഈദി കെ പൈസോൻസെ. ഒപ്പം വായിച്ചോളിട്ടോ. ഈദി കെ പൈസോൻസെ വായിക്കി. ഈദി കെ പൈസോൻസെ ബच्चे तरह तरह की. ഒപ്പം വായിച്ചോളൂ. तरह तरह की चीज़ें खरीदते हैं. ഒപ്പം വായിച്ചില്ലേ? മനസ്സിലായോ? അപ്പോൾ ഈദി പറഞ്ഞാൽ പെരുന്നാൾ പൈസ കൊണ്ട് കുട്ടികൾ, ബच्चे പറഞ്ഞാൽ കുട്ടികൾ, तरह तरह की വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ചീസെ വസ്തുക്കൾ ഖരീദത്തെ ഹൈ വാങ്ങുന്നു. ഖരീദിന് പറഞ്ഞാൽ വാങ്ങുക. അപ്പോൾ ജമ്മായപ്പോൾ കുറേ ആളുണ്ടായി വാങ്ങുന്നുണ്ട് അല്ലേ? അപ്പോൾ ഖരീദത്തെ ഹൈ എന്ന് പറയും. മനസ്സിലായല്ലോ? ഖരീദത്തെ ഹൈ വാങ്ങുന്നു. ईद के मौके पर घरों में खाने पीने का खास इंतज़ाम होता है. ഈദ് കെ മൗക്കെ പർ പെരുന്നാളിൻ്റെ സന്ദർഭത്തിൽ, പെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത്, ഈദ് കെ മൗക്കെ പർ പെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത്, ഗറോമേ വീടുകളിൽ, ഗർ എന്നുള്ളതിൻ്റെ ജമ്മാണ് എന്ത്? ഗറോ. ഈദ് കെ മൗക്കെ പർ, എല്ലാവരും ഒപ്പം വായിക്കും. ഈദ് കെ മൗക്കെ പർ വായിച്ചോ? ഓക്കെ. ഗറോമേ കാനെ പീനെ കാ. വായിക്കി. കാനെ പീനെ കാ. അങ്ങനെ വായിക്കി. ഖാസ് ഇന്തിസാം ഹോത്താ ഹേ. ഖാസ് ഇന്തിസാം ഹോത്താ ഹേ. അയ്യോ, അങ്ങനെ തന്നെ വായിക്കല്. അപ്പോൾ ഈദിൻ്റെ ആ ഒരു സന്ദർഭത്തിൽ, പെരുന്നാൾ സന്ദർഭത്തിൽ, ഗറോമെ വീടുകളിൽ, കാനെ പീനേക്കാ തിന്നുന്നതിൻ്റെയും കുടിക്കാനും തിന്നാനും കുടിക്കാനുമുള്ള ഖാസ് ഇന്തിസാം. കാനറ തിന്ന, പീനറ കുടിക്കുക. അറിയാലോ? അറിയില്ലേ? എന്താ മുണ്ടാത്ത? അറിയില്ലേ? അങ്ങനെ പറയും. അപ്പോൾ കാനെ പീനേക്ക തിന്നാനും കുടിക്കാനുമുള്ള ഖാസ് ഇന്തിസാം ഹോത്താ ഹേ, പ്രത്യേകമായ ചിട്ടകൾ ഉണ്ടാകുന്നു. പ്രത്യേകമായ ചിട്ടകൾ ഉണ്ടാകുന്നു. മനസ്സിലായോ? ഉസ് മൗഖിയ പർ ആ ഒരു സന്ദർഭത്തിൽ ദോസ്ത് റിശ്തേദാർ സബ് മിൽക്കർ മുഖ്തലഫ് കിസ്മ കെ പക്വാൻ കാത്തെ ഹൈ. ഉസ് മൗഖിയ പർ ആ ഒരു സന്ദർഭത്തിൽ ദോസ്ത് പറഞ്ഞാരാ? ദോസ്ത് കേട്ടിട്ടില്ലേ? മലയാളത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. അത് നമ്മൾ ദോസ്താ. ശരിക്കും ഉറുദുവാണ്, പക്ഷെ മലയാളം പോലെ ഇങ്ങനെ ഉപയോഗിക്കൂലേ നമ്മൾ ദോസ്ത് എന്നൊക്കെ. ദോസ്ത് സ്നേഹിതന്, സുഹൃത്ത്, റിശ്തേദാർ കുടുംബക്കാർ, സബ് മിൽക്കർ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട്, സബ് മിൽക്കർ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട്, മുഖ്തലഫ് കിസ്മക്കെ വ്യത്യസ്തങ്ങളായ ഇനങ്ങളുടെ, പക്വാൻ കാത്തെ ഹൈ പലഹാരങ്ങൾ തിന്നുന്നു. പക്വാൻ എന്ന് പറഞ്ഞാൽ പലഹാരങ്ങൾ. പക്വാൻ കാത്തെ ഹൈ പലഹാരങ്ങൾ, കാത്തെ ഹൈ തിന്നുന്നു. മനസ്സിലാവുണ്ടോ പറയണേ? മനസ്സിലാവണില്ലെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മനസ്സിലാവാതിരിക്കൂല. ശ്രദ്ധിക്കാത്തതിൻ്റെ കമ്മിയാവുമ്പോൾ എന്തെങ്കിലും അത്ര മനസ്സിലാവില്ല. നിങ്ങളെ ഒപ്പമുള്ള നിങ്ങളെ ശ്രദ്ധ പൂർണ്ണമായിട്ടും കൊടുക്കുക. നിങ്ങളുടെ അടുത്തുള്ള കുട്ടികളൊക്കെ തൽക്കാലം ഒഴിവാക്കി, ഓരോ മൊബൈലും നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി. അതേപോലെ അശ്രദ്ധമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കല്ലേ. കുടുംബക്കാരോ അല്ലെങ്കിൽ കളിപ്രായക്കാരോ അവരൊക്കെ ഉണ്ട്, അവരൊക്കെ തൽക്കാലം ഒഴിവാക്കിയിട്ട് സ്വതന്ത്രമായി കേൾക്കുക. അപ്പം എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സ്വതന്ത്രമായിട്ട് നല്ല നിലക്ക് കേൾക്കുക. അപ്പം എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാവും, ഉറപ്പാണ്.
നല്ല ശ്രദ്ധ കൊടുത്താൽ മനസ്സിലാവും. വളരെ മോശം ഉറുദുവിൽ കഴിഞ്ഞിലൊക്കെ മാർക്ക്. ഇപ്രാവശ്യം സംഭവിക്കരുത്. എല്ലാവരും എന്ത് ചെയ്യുക, നല്ല ഉഷാറായി പഠിക്കാം കേട്ടോ. ഇൻഷാ അല്ലാ ശ്രമിച്ചാൽ കഴിയും. അപ്പോൾ മുഖ്തലഫ് കിസ്മക്ക് വ്യത്യസ്തങ്ങളായ ഇനങ്ങളുടെ പക്വാൻ പലഹാരങ്ങൾ കാത്തേഹായി തിന്നുന്നു. വൈറ മുസ്ലിം ഹസറാത്ത് ബി അമുസ്ലിങ്ങളായ ആളുകളും, വൈറ മുസ്ലിം എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളായ, മുസ്ലിങ്ങളല്ലാത്ത, വൈറ മുസ്ലിം ഹസറാത്ത് ബി അമുസ്ലിങ്ങളായ ആളുകളും ഉസ് മൗക്കിയ പർ ആ ഒരു സന്ദർഭത്തിൽ ശരീക്ക് ഹോക്കർ പങ്കെടുത്തുകൊണ്ട് ശരീക്ക് ഹോക്കർ പങ്കെടുത്തുകൊണ്ട്. അപ്പോൾ അമുസ്ലിങ്ങളായ ആളുകളും ആ ഒരു സന്ദർഭത്തിൽ പങ്കെടുത്ത് ഖുശീക ഇസ്ഹാർ കർത്തേ ഹൈ സന്തോഷത്തെ പ്രകടിപ്പിക്കുന്നു, സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നു. ഖുശീക ഇസ്ഹാർ കർത്തേ ഹൈ സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നു. മനസ്സിലായോ? ഖുശീക ഇസ്ഹാർ കർത്തേ ഹൈ സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നു. वो अपने मुसलमान भाइयों को ईद की मुबारकबाद पेश करते हैं. അവർ വേറെ അവിടെ ഉദ്ദേശിക്കുന്നത് വൈറ മുസ്ലിങ്ങളായ അമുസ്ലിങ്ങളായ ആളുകൾ, അല്ലാതെ ഒരാൾ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആളുകൾ കേട്ടോ. ജമ്മിൻ്റെ അർത്ഥത്തിലാണ് ഇവിടെ വോ എന്ന് ഉപയോഗിച്ചത് കേട്ടോ. വ അപ്പനെ മുസൽമാൻ ഭായിയോങ്കോ അവർ തങ്ങളുടെ മുസ്ലിങ്ങളായ സഹോദരന്മാർക്ക് ഈദ് കെ മുബാറക്ക്ബാദ് പേശ് കർത്തേ ഹൈ പെരുന്നാൾ ആശംസകൾ സമർപ്പിക്കുന്നു, പെരുന്നാൾ ആശംസകൾ നേരുന്നു. മനസ്സിലായോ? ഈദ് കെ മുബാറക്ക്ബാദ് പേശ് കർത്തേ ഹൈ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ സന്ദേശങ്ങൾ സമർപ്പിക്കുന്നു, പെരുന്നാൾ ആശംസകൾ നേരുന്നു. ईद के दिन ईदगाह के बाहर और शहर में जगह जगह मेला लगता है. പെരുന്നാൾ ദിവസം ഈദ്ഗാഹിൻ്റെ പുറത്ത്, ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്, ബാഹർ പുറത്ത്, അർത്ഥം എഴുതണില്ലല്ലേ? അർത്ഥം എഴുതണില്ലടാ? അർത്ഥം എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ ഈദിൻ്റെ ദിവസം പെരുന്നാൾ ഈദ്ഗാഹിന് പുറത്ത്, ഓർ ഷെഹർമേ പട്ടണങ്ങളിലും, ജഗാ ജഗാ മേള ലഗ്താ ഹേ എല്ലായിടത്തും മേളകൾ ഉണ്ടാകുന്നു, സംഘടിപ്പിക്കുന്നു. എല്ലായിടത്തും മേളകൾ ഉണ്ടാകുന്നു, സംഘടിപ്പിക്കുന്നു. മിഠായി ഓർ കിലോന കി ദുക്കാനെ സജായി ജാത്തി ഹൈ. മിഠായികളുടെയും ഓർ കിലോനോ കി കളിപ്പാട്ടങ്ങളുടെയും ദുക്കാനെ കടകൾ സജായി ജാത്തി ഹൈ അലങ്കരിക്കപ്പെടുന്നു. എന്താ പറഞ്ഞത്? മിഠായി ഓർ കിലോനോ കി മിഠായികളുടെയും കളിപ്പാട്ടങ്ങളുടെയും ദുക്കാനെ കടകള് സജായി ജാതി ഹൈ അലങ്കരിക്കപ്പെടുന്നു. മനസ്സിലായോ? സജായി ജാതി ഹൈ അലങ്കരിക്കപ്പെടുന്നു. ഹിന്ദുലബി ലഗായ ജാത്തെ ഹൈ ഊഞ്ഞാൽ എന്ത് ചെയ്യുന്നു? തൂക്കിയിടപ്പെടുന്നു. ലഗായ ജാത്തെ ഹൈ തൂക്കിയിടപ്പെടുന്നു. ഊഞ്ഞാലൊക്കെ ഓരോ ഭാഗത്ത് തൂക്കിയിടപ്പെടും. ആരെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ അത് അവർക്ക് കൈമാറും, അതവർക്ക് നൽകും. മനസ്സിലായോ? ഹിന്ദുലേബി ഊഞ്ഞാലും ലഗായ ജാത്തെ ഹൈ തൂക്കിയിടപ്പെടുന്നു. ജിന്മേ ബച്ചെ ജൂല ജൂൽത്തെ ഹൈ അതിൽ കുട്ടികൾ ഊഞ്ഞാലാടുന്നു. ഊഞ്ഞാൽ എന്തിനുള്ളതാണ്? ഊഞ്ഞാലാടാനുള്ളതാണ്. സോ അവര് കുട്ടികൾ എന്ത് ചെയ്യും? ഊഞ്ഞാലാടും. ജൂല ജൂൽത്തെ ഹൈ പറഞ്ഞ ഊഞ്ഞാലാടുന്നു. മനസ്സിലായോ? ഹിന്ദുലേബി ലഗായ ജാത്തെ ഹൈ ഊഞ്ഞാലുകളും തൂക്കിയിടപ്പെടുന്നു. ജിന്മേ അവകളിലെ ആ ഊഞ്ഞാലുകളിൽ ബച്ച കുട്ടികൾ ജൂല ജൂൽത്തെ ഹൈ ഊഞ്ഞാലാടുന്നു. ഈദ് കേ ദിൻ പെരുന്നാൾ ദിവസം ഹർ ഘർമേ എല്ലാ വീടുകളിലും ബഡീ റൗനക് ഹോത്തി ഹൈ വളരെ ഭംഗിയുണ്ടാകുന്നു. വളരെ ഭംഗിയുണ്ടാകുന്നു. റൗനക്ക് അഴകുണ്ടാകുന്നു, ഭംഗിയുണ്ടാകുന്നു. ഓർ ബാസാറോ മേ ചഹൽ പഹൽ രഹ്തി ഹൈ ഓർ ബാസാറോ മേ അങ്ങാടികളിൽ ചഹൽ പഹൽ രഹ്തി ഹൈ ബഹളം ഉണ്ടാകുന്നു, ഒച്ചപ്പാടുകൾ ഉണ്ടാകുന്നു. മനസ്സിലായ നിങ്ങൾക്ക്? മനസ്സിലായ? പറഞ്ഞത് മനസ്സിലായില്ലേ? അങ്ങാടികളിലെ ചഹൽ പഹൽ രഹ്തി ഹൈ ഒച്ചപ്പാട്
അവശേഷിക്കുന്നു, ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ബഹളം ഉണ്ടാകുന്നു. ഹർ ത്വറഫ് എല്ലായിടത്തും, ഖുശീക മ ഹൗൽ ഹോത്താ ഹെ എല്ലാ സ്ഥലത്തും സന്തോഷത്തിൻ്റെ സാഹചര്യം ഉണ്ടാകുന്നു, ചുറ്റുപാടുകൾ ഉണ്ടാകുന്നു. മഹൗൽ ചുറ്റുപാട് എന്നും അർത്ഥമുണ്ട്, പിന്നെ എന്തും അർത്ഥമുണ്ട്, സാഹചര്യം എന്നും അർത്ഥമുണ്ട്. ഹർ തൊറഫ് ഖുശീക എല്ലായിടത്തും, ഖുശീക സന്തോഷത്തിൻ്റെ, മഹൗൽ ഹോത്താ ഹേ ചുറ്റുപാടും സാഹചര്യവും ഉണ്ടാകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അർത്ഥങ്ങളൊക്കെ പഠിക്കട്ടോ. പിന്നെ നിങ്ങൾക്ക് എഴുതി വരാനുള്ള എന്താ വെച്ചാൽ ഇതാ കുറച്ച് ചോദ്യം ഉത്തരവുണ്ട്. മുസൽമാൻ കാ സബ്സെ ബഡാ തെഹ്വാർ കോൺസാ ഹെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷം എന്താണ്? നിങ്ങൾക്കൊക്കെ കിട്ടണതാ. പിന്നെ ഈദ് കാ തെഹ്വാർ കിസ് മഹീനയ്ക്ക് ബാദ് ആത്താ ഹെ പെരുന്നാൾ മാസം, പെരുന്നാൾ ആഘോഷം ഏത് മാസത്തിന് ശേഷമാണ് വരിക? സിമ്പിളാണ്. ഈദുൽ ഫിത്തർക്കോ മീട്ടി ഈദ് ക്യോं कहते हैं? ഈദുൽ ഫിത്തറിന് മീട്ടി ഈദ്, രുചികരമായ ഈദ് എന്ന് പറയാൻ കാരണം എന്താണ്? മുസൽമാൻ ഈദ് കി നമാസ് കഹാം പഠത്തെ ഹെ മുസ്ലിങ്ങൾ പെരുന്നാൾ നിസ്കാരം എവിടെയാണ് നിർവഹിക്കുന്നത്? റോസ കബ് സെ കബ് തക്ക് ജാരി രഹ്താ ഹെ ഈ നോമ്പ് ഏത് മുതൽ ഏത് വരെയാണ് ഉണ്ടാവുക? ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി കൊണ്ടുവരണം കേട്ടോ. മലയാളത്തിലല്ല, ഉറുദുവിൽ തന്നെ എഴുതണം. അതിന് ഉത്തരമൊക്കെ അതിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ കിട്ടും. സിമ്പിളാണ്. മടിയന്മാരായ നടക്കൂല. അപ്പോൾ നിർബന്ധമായി നോക്കിയിട്ട് അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം ഇൻഷാ അല്ലാ. പിന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ ജുംലോങ്കോ സ്വഹീഹ് ലഫ്സ് സെ മുക്കമ്മൽ കീജിയെ ശരിയായ ലഫ്സ് ഉപയോഗിച്ച് പൂരിപ്പിക്കാനാണ്. ഈദ് ഡാഷ് കാ സബ്സെ ബഡാ തെഹ്വാർ ഹെ ഒക്കെ പുസ്തകത്തിൽ നോക്കിയാൽ കിട്ടും. ഒന്നും വലിയ സംഭവമല്ല, സിമ്പിളാണ്. അതിന് ഓരോന്ന് നോക്കാം. മുസൽമാൻ റംസാൻ കെ പൂരെ ഡാഷ് रोज़े रखते हैं, कई दिन पहले से ईद की तैयारियां डैश हो जाती है, चौड़ियों की दुकानों पर डैश की बेड लगी होती है, घर के बड़े अपने छोटों को डैश देते हैं. പിന്നെ വലിയ നാല് പറയുന്നത് ഈ പാഠത്തിൽ വലിയ നാല് കണ്ടോ? സബുക്കുമേ കുച്ച് ലഫ്സോങ്കോ എന്ന് പറഞ്ഞ് വലിയ നാല് എന്താ പറയുന്നത് അറിയോ? ശ്രദ്ധിക്ക്, സംശയം ചോദിച്ച് വരണ്ട, അത് ഞാൻ പറയണേ കൃത്യമായി ഞാൻ പറഞ്ഞുതരാണ്. വലിയ നാല് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പാഠത്തിൽ അലഗ് അലഗ് കണ്ടോ? ജയ്സെ അലഗ് അലഗ്, അപ്പിനി അപ്പിനി, ത്വറഹ് ത്വറഹ്, ജഗ ജഗ കണ്ടോ? ആ നീല മഷിപ്പിൽ ഇങ്ങനെ കണ്ടില്ല നിങ്ങൾ? ആ ഫസ്റ്റ് വരിയിൽ കണ്ടില്ലേ? ആ ലാസ്റ്റ് ഫസ്റ്റ് വരി ലാസ്റ്റ് വലിയ നാലിൽ ഫസ്റ്റ് വരി ലാസ്റ്റ് കണ്ടില്ലേ? അലഗ് അലഗ്, അപ്പിനി അപ്പിനി, ത്വറഹ് ത്വറഹ്, ജഗ ജഗ, ഇങ്ങനെയുള്ള ലഫ്സുകൾ നിങ്ങൾ കണ്ടില്ലേ? ഈ ലഫ്സുകളൊക്കെ ഒരു ജുംലയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ആ ജുംലയും കൂടി ഒപ്പം എടുത്ത് ചെയ്താൽ അത്രേ ഉള്ളൂ, സിമ്പിളാ. ഇതൊക്കെ ഒരു ജുംലയിലല്ലേ ഉണ്ടാവുക അല്ലേ? जिन जुमला में इस तरह के लफ्ज़ों को इस्तेमाल किया गया है उन्हें तलाश करके यहाँ लिखिए. അപ്പോൾ ഏത് ജുംലയിലാണോ അത് വന്നിട്ടുള്ളത് അത് അന്വേഷിച്ച് ഇവിടെ എഴുതുക. ഒന്നുമില്ല, കിതാബൊക്കെ കിട്ടും. പിന്നെ ഈ സബ്ക്ക് സെ 3 ഐസെ ജുംല ചുൻകർ ലിഖിയെ, ഇത്തരത്തിലുള്ള 3 ജുംല എഴുതുക. ജിന്മേ സിഫത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും, അങ്ങനത്തെ 3 ജുംല എഴുതുക ഈ പാഠത്തുനിന്ന് കേട്ടോ. പിന്നെ പറയുന്നത് ഇന്ത്യയിലെ അറിയപ്പെട്ട 5 മഷ്ഹൂർ തെഹ്വാറോं के नाम लिखिए. ഇന്ത്യയിൽ അറിയപ്പെട്ട 5 പ്രസിദ്ധമായ ആഘോഷങ്ങളുടെ പേര് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ഈ പറയപ്പെട്ടതൊക്കെ നിങ്ങൾ എഴുതണം. ഒക്കെ വെരി വെരി സിമ്പിൾ ആൻഡ് സോ ഹംബിൾ ആണ്. യു ക്യാൻ ഡു ഇറ്റ് ഫാസ്റ്റ്ലി ഇൻഷാ അല്ലാ. ബിക്കോസ് ഈ പറയപ്പെട്ടതൊക്കെ എന്താണ്, വെരി സിമ്പിളാണ് കേട്ടോ. കിതാബ് നോക്കിയാൽ തന്നെ കിട്ടും. ഓക്കെ, ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ കൃത്യമായി എഴുതണം ഇൻഷാ അല്ലാ. എല്ലാ ആളുകളും എഴുതണം, വളവന്മാരാവരുത്. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ പോലും ചെയ്യണ്ടേ. ഒരുപാട് ഉസ്താദുമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിനൊക്കെ കുറച്ചൊക്കെ പണിയുണ്ട്, അതിലേറൊക്കെ പണിയുണ്ട്. അപ്പോൾ ആ പണി കൂടുതലെടുക്കുന്ന ഉസ്താദുമാരെ നിങ്ങൾ കൂടുതൽ പരിഗണിക്കണം. അപ്പോൾ മനസ്സിലായോ? നിർബന്ധമായിട്ടും എഴുതണം എല്ലാവരും കേട്ടോ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.